എല്ലാവർക്കും നമസ്കാരം. സുരേഷ് പുളിക്കലാണ്. ഇന്ന് നമ്മൾ കാണാനിരിക്കുന്നത് കണ്ണമ്പ്രയിലെ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന KR മന എന്ന് പറയുന്ന ഈ റിസോർട്ടിൻ്റെ ഒരു സന്തോഷങ്ങളും അതിൻ്റെ ഒരു ഭംഗിയുമൊക്കെയാണ്. വടക്കഞ്ചേരിയിൽ നിന്നും കണ്ണമ്പ്രയ്ക്ക് വരുമ്പോൾ പുളിങ്കുട്ടൻ ജംഗ്ഷനിൽ നിന്നും വലതുവശത്ത് മഞ്ഞപ്ര റോഡിലാണ് ഈ KR മന സ്ഥിതി ചെയ്തത്. KR മന എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ഇത് സത്യത്തിൽ ഈ അടുത്ത കാലത്തായി KR ഗ്രൂപ്പ്, തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള KR ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നൊരു പഴയ നായർ വീടിനെ എടുത്ത് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് ഈ KR മന. ആ വീടിനെ കുറിച്ച് പറയുമ്പോൾ അല്പം പുറകിലേക്ക് പോകേണ്ടി വരും. കാരണം കണ്ണമ്പ്ര നായന്മാരെ കുറിച്ച് അല്ലെങ്കിൽ കണ്ണമ്പ്ര നായർ വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുമ്പോഴാണ് ഈ KR മന നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ മഹത്വം കൂടി നമുക്ക് മനസ്സിലാവുക. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കണ്ണമ്പ്ര ഭരിച്ചിരുന്നൊരു ചെട്ടിയാർ, അദ്ദേഹത്തിന് ദുഷ്ചെയ്തികൾ കൊണ്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും ഈ വിവരം അറിഞ്ഞ അന്നത്തെ പാലക്കാട്ടുശ്ശേരി രാജാവ് കോഴിക്കോട് സാമൂതിരിയോട് ഈ ചെട്ടിയാരെ ഒന്ന് നിലയ്ക്ക് നിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സാമൂതിരിയുടെ പടയാളികളായിരുന്ന വീട്ടിക്കാട് നായന്മാരെന്ന് പറയുന്ന ആളുകൾ അവർ കണ്ണമ്പ്രയിലേക്ക് വരികയും കണ്ണമ്പ്രയിൽ സ്ഥിരതാമസമാക്കുകയും ഈ ചെട്ടിയാരെ ഉന്മൂലനം ചെയ്ത് ഇവിടെ ശാന്തിയും സമാധാനവും ഒക്കെ നടപ്പിൽ വരുത്തിയെന്നുമാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കിയ ഈ നായന്മാർ കണ്ണമ്പ്ര നായർ വീട് എന്ന പേരിൽ അറിയപ്പെടുകയും കണ്ണമ്പ്ര നായന്മാർ എന്നറിയപ്പെടുകയും ചെയ്തു എന്നുള്ളതും പറയപ്പെടുന്നു. കണ്ണമ്പ്ര നായർ തറവാടിൽപ്പെടുന്ന ചാച്ചുണ്ണി നായർ എന്ന് പറയുന്ന അതിൻ്റെ അവസാന കണ്ണികളിൽ ഒരാളാണ് ഇന്നത്തെ ഈ KR മന സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിംഗ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. 1924 പണി പൂർത്തിയാക്കിയ ഈ മനോഹര സൗധം അദ്ദേഹത്തിൻ്റെ ഉയർന്ന ചിന്താഗതികൾക്കും അദ്ദേഹത്തിൻ്റെ ഉയർന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ടാണ് അന്ന് നിർമ്മിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. നേരിൽ കണ്ടാൽ അറിയാം, അതിനകത്ത് താഴെയും മേലെയുമായി 6 അറകൾ, അതുപോലെ തന്നെ നടക്കാനുള്ള നടവഴികളാണെങ്കിലും കോണിപ്പടികളാണെങ്കിലും അതുപോലെ തന്നെ അതിനകത്തുള്ള ചുറ്റും നടക്കുന്നതിനുള്ള നടവഴികൾ, അടുക്കള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ വലിയ ഒരു ദിശാബോധമുള്ള ഒരു ആളുടെ കാഴ്ചപ്പാടുകളായിട്ടാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. ആ പൗരാണികത ഒട്ടും നഷ്ടപ്പെടുത്താതെ തങ്ങളെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് KR ഗ്രൂപ്പ് അതിനെ KR മന എന്ന പേരിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല, നേരിൽ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. KR ഗ്രൂപ്പിൻ്റെ 5ാമത് സംരംഭമാണ് കണ്ണമ്പ്രയിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഈ KR മന. ഇതിനകത്ത് 4 സ്റ്റാർ സൗകര്യങ്ങളോടെയുള്ള താമസ സൗകര്യങ്ങളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും എല്ലാം വർക്കിംഗ് ആയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വരുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായിരുന്നാലും കണ്ണമ്പ്രയ്ക്ക് വലിയൊരു അംഗീകാരമാണ്, കണ്ണമ്പ്രയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് KR മന എന്ന ഈ സ്ഥാപനം. നല്ല ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒരല്പനേരം വിശാലമായ റെസ്റ്റ് എടുക്കാനാണെങ്കിലും അതിൽ നിങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷൻ നടത്താനാണെങ്കിലും ഒക്കെ അനുസൃതമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് KR മന ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയുന്നതിന് വേണ്ടി ജയൻ അതിൻ്റെ മാനേജറുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് വിളിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ മറ്റെന്ത് വിശേഷങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആഘോഷിക്കാൻ ഒരിടം കൂടി കണ്ണമ്പ്രയിൽ ഒരുങ്ങുകയാണ് KR മനയായി. നിങ്ങളെല്ലാവരെയും KR മന കാണാൻ ക്ഷണിക്കുകയാണ്. ഈ കാഴ്ചകളും ഇതിൻ്റെ ഒരു ആംബിയൻസും ഇതിൻ്റെ ഒരു സൗന്ദര്യവും ആസ്വദിക്കാൻ ക്ഷണിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു ടൂറിസ്റ്റ് ഒരു കണ്ണമ്പ്രയുടെ ഭംഗി ഏറ്റവും അധികം കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ കണ്ണമ്പ്രയുടെ ഭംഗിയിലേക്ക് എടുത്തു വെക്കുന്ന ഒരു പൗരാണിക കെട്ടിടമായി KR മനയും ഈ സൗകര്യങ്ങളും മാറും. എല്ലാവരെയും KR മനയുടെ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പേജ് ഇനിയും ഫോളോ ചെയ്യാത്ത പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വരും കാലങ്ങളിൽ KR മന കൂടി കണ്ണമ്പ്രയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നന്ദി, നമസ്കാരം. എല്ലാവരോടും കൂടി ഇത്തരം വീഡിയോകളും ഷെയർ ചെയ്യാൻ മറക്കരുത്. കണ്ണമ്പ്ര വാർത്തകൾ തുടരുക. നന്ദി, നമസ്കാരം.